അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നടന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 പരീക്ഷയുടെ അതായത് നവംബർ 30 ശനിയാഴ്ച അല്ലേ 5ാം ക്ലാസ്സിൻ്റെ ജനറൽ പാർട്ടിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഹാവ് സ്കെയിൽസ്? അതായത് ചെതുമ്പൽ ഒക്കെ ഉള്ള ജീവി ഏതാണ്? സാധാരണഗതിയിൽ പക്ഷികൾ, മത്സ്യങ്ങൾ, ഉരകങ്ങൾ. ഇതിൽ ഉത്തരം കൊടുത്തതിൽ ഉരകങ്ങളാണ് ഉത്തരമായിട്ട് വരിക, റെപ്റ്റൈൽസ് കേട്ടോ. 32ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് അവർ ഫുഡ്സ് കളക്ട്? നമ്മുടെ ഭക്ഷണം, നാം കഴിച്ച ഭക്ഷണം എവിടെയാണ് ശേഖരിക്കുന്നത്? നമ്മൾ ആഫ്റ്റർ സ്റ്റ്യൂ ആൻഡ് സ്വല്ലോ ഒക്കെ അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് നമുക്ക് സ്റ്റൊമക്ക് കൊടുക്കുക. ഇത് സ്ഥിരമായൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം കളക്ട് ചെയ്യുന്നില്ല, ഉള്ളതിൽ നല്ലൊരു ഉത്തരമായിട്ട് വരുന്നത് സ്റ്റൊമക്കാണ്. എല്ലായിടത്തും അത് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. വിനോദ ദഹനം കഴിഞ്ഞിട്ട് സ്മാൾ ഇൻഡസ്ട്രിയിലേക്ക് പോകും, പിന്നെ സ്മാൾ ഇൻഡസ്ട്രി ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് കേട്ടോ. ഇതിലുള്ളതിൽ ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റിയത് ഓപ്ഷൻ സി ആണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സയൻറ്റിസ്റ്റ് പ്രപ്പോസ്ഡ് 3 ലോസ് ഓഫ് മോഷൻ? 3 ചലന നിയമങ്ങൾ നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ്. അത് ഉത്തരം വരുന്നത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. 1ാം ചലനം, 2ാം ചലനം, 3ാം ചലനമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. 34ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത്? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി വെച്ചാൽ ഭൂമി പറഞ്ഞാൽ ജലവും കരയും ലാൻഡൊക്കെ. ലാൻഡിലാണെങ്കിൽ ആന വരും, ഇവിടെ ഭൂമി എന്നാ വരും. ഭൂമിയിൽ എന്ത് വെള്ളവും ഇതൊക്കെ വരുമല്ലോ, അപ്പോൾ ബ്ലൂ വെയിലാണ് വരിക കേട്ടോ, ആന അല്ല വരിക. ചില ആൾക്കാർ ആഫ്രിക്കൻ ആന എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് വെതർ ആൻഡ് ക്ലൈമാറ്റ്? കാലാവസ്ഥയുടെ ഘടകമല്ലാത്ത ഏതാണ്? ആൾട്ടിറ്റ്യൂഡാണ് കേട്ടോ, ഉയരം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, പ്രഷറൊക്കെ എന്തിൽ വരുന്നതാണ്? വെതർ ആൻഡ് ക്ലൈമാറ്റിലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി, സുന്ദർലാൽ ബഹുഗുണ. മരങ്ങളെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന പ്രദേശത്താണ് അത് ഉടലെടുത്തിട്ടുള്ളത് കേട്ടോ, ചമോലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 37ാമത്തെ ക്വസ്റ്റ്യൻ, ഡോർമെൻറ്റ് വാൾക്കനോസ് ആർ ആൾസോ കാൾഡ്? പ്രവർത്തനരഹിതമായ അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ വിളിക്കുന്നു? സുഷുപ്തിയിലാണ്ടവ, സ്ലീപ്പിംഗ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അത്ര ആക്റ്റീവ് വാൾക്കനോസും ഡോർമേറ്റീവ് വാൾക്കനോസും കേട്ടിട്ടിരിക്കും. ഇന്ത്യയിലെ ആക്റ്റീവ് വാൾക്കനോ ഏതോ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ബാരൻ ദ്വീപിലുള്ളൊരു വാൾക്കനോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സെൻഡ് ടു സ്പേസ് ബൈ റഷ്യ? റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം. റഷ്യ എന്ന് മാത്രമല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം 1957 അയച്ച ഏത്? സ്പുട്നിക് എന്ന കൃത്രിമോപഗ്രഹം കേട്ടോ. ഇനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ബ്രിക്സ് നാഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ബ്രിക്സ് നാഷൻ അല്ലാത്തത്? ബ്രിക്സ് എന്ന പദത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ബി എന്ന ഏതാ? ബ്രസീൽ വരും, 6 റഷ്യ വരും, ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വരും, ചൈന വരും, സൗത്ത് ആഫ്രിക്ക വരും കേട്ടോ. ഇതിൽ പെടാത്ത ഏതാണ്? ശ്രീലങ്കയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഈസ് അറ്റ്? ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ഹിമാചൽ പ്രദേശിലാണ് ഈ നാഷണൽ പാർക്ക് വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ലെപ്രോസി ഈസ് ആൻ ഇൻഫെക്ഷസ് ഡിസീസ് കോസ്ഡ് ബൈ? പകർച്ചവ്യാധിയായ കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, പ്രൊട്ടസോവയാണോ? ഉത്തരമായി വരുന്നത് ഏതാണ്? ബാക്ടീരിയയാണ്. ഓപ്ഷൻ എ, ബാക്ടീരിയയാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ, ബാക്ടീരിയ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, പരാക്രം ദിവസ് ഈസ് ദ ബർത്ത്ഡേ ഓഫ്? പരാക്രമ ദിവസം ആരുടെ ജന്മദിനമാണ്? അതാരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജനുവരി 23. ദേശപ്രേമ ദിവസം എന്നൊക്കെ മുമ്പ് അറിയപ്പെടുന്നത് പരാക്രമ ദിവസമായിട്ടാണ് ഇപ്പോൾ ആചരിക്കുന്നത്. നമ്മൾ ഗാന്ധിജി അനുബന്ധം ഒക്ടോബർ 2 ലോക അഹിംസാ ദിനം,
ജവഹർലാൽ നെഹ്റു നവംബർ 14 ശിശുദിനം അറിഞ്ഞിരിക്കും. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അത് പിന്നെ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ, ഒക്ടോബർ 31. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 43ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ടെൻസ്. ശരിയായി ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏതാണ്? ഇംഗ്ലീഷ് ഗ്രാമറ്റിക്കലി ഏതാ? ഷീ ഡാഷ് ദ ഹോംവർക്ക് യെസ്റ്റർഡേ. യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത് എന്നിങ്ങനെയുള്ള രൂപത്തിലുള്ള പാസ്റ്റ് ടെൻസിൽ സൂചിക്കുന്ന പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കാറില്ല, ഡിഡ് ആണ് ഉപയോഗിക്കുക. ഷീ ഡിഡ് ദ ഹോംവർക്ക് യെസ്റ്റർഡേ എന്നാണ് വരിക. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ ബോൾ ഈസ് ഡാഷ് ദ ബോക്സ്. ബോൾ ഈസ് ഇൻ ദ ബോക്സ് പറയാറുണ്ട്, ഇൻസൈഡ് ബോക്സ് അതാണ് ഒന്നുകൂടി നല്ലത് അല്ലേ, ഓപ്ഷൻ എ. ഇന്നില്ല അല്ലേ അതിൽ, ഇൻസൈഡ് തന്നെയാണ് ഏറ്റവും സ്യൂട്ട്. 45ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വേർബ്. കറക്റ്റ് വേർബ് ഏതാണെന്നുള്ളത്? ദ ഡാഷ് ഡിന്നർ നൗ. എന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അങ്ങനെ നൗ ഒക്കെ പോലത്തെ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കേണ്ടത്. ദ ആർ ഹാവിങ്. ഇവിടെ ഹാവിങ് എന്നർത്ഥം, ഹാവ് എന്ന സാധാരണ ഇതിൽ ഉണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഹാവിങ് ഉദ്ദേശിക്കുന്നത് ഈറ്റിംഗ് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ദ ഹാവ് ഈറ്റിംഗ്, ദേ ആർ ഈറ്റിംഗ് ഡിന്നർ എന്നുള്ളതാണ് ദേ ആർ ഹാവിങ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് തിരിച്ചറിയാനാണ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നു. ഇവിടെ കളിക്കുന്ന ആളാരാ? കുട്ടികളല്ല, ചിൽഡ്രൻ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് 25 മീറ്റർ നടന്ന് ബി എന്ന സ്ഥലത്തെത്തുന്നു. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഇത്രയും ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യാനുള്ള രൂപം അറിഞ്ഞിരിക്കണമല്ലോ, വെറും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നത് മാത്രമല്ലല്ലോ. എ എന്ന സ്ഥലത്ത് നിന്ന് 25, ഇപ്പോൾ ഇത് എ എന്നൊരു സ്ഥലമാണ് നോക്കുക. ഇവിടെ നിന്ന് 25 മീറ്റർ കേട്ടോ, അതെ 25 മീറ്റർ ബി എന്ന സ്ഥലത്തേക്ക് എത്തി. എ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ബി എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ബി നമുക്ക് ഇവിടെ പോയിൻ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അങ്ങനെ നടന്ന് ബി എന്ന സ്ഥലത്തെത്തുന്നു. സ്ഥലത്തെത്തി ബിയിൽ നിന്ന് ഇടത്തോട്ട്, ബിയുടെ ഇടത് ആണ് ഇങ്ങോട്ട് വരിക കേട്ടോ. ഇടത് ഇങ്ങോട്ട് വരിക, നോക്കിയാൽ മതി, കൈ വെച്ച് നോക്കി. ഇടത് ഭാഗത്ത് ഇങ്ങനെ വരക്കുമ്പോൾ ഇടത് ഭാഗം ഇങ്ങോട്ടാണ് വരിക. ഇങ്ങോട്ട് എത്ര പോകണു? ബിയിൽ നിന്ന് ഇടത്തോട്ട് 10 മീറ്റർ പോകുന്നു. അപ്പോൾ 10 മീറ്റർ കേട്ടോ. നടന്ന് എവിടെ എത്തുന്നു? ഇവിടെ സിയിലെത്തുന്നു. സിയിൽ നിന്ന് വലത്തോട്ട് 25 മീറ്റർ. വലത്തോട്ട് പറയുമ്പോൾ ഇതിന് വലത്തോട്ട് ഇങ്ങോട്ട് വരും. വലത്തോട്ട് 25 മീറ്റർ നടന്ന് അല്ലേ ഡിയിലെത്തി. ഇത് ഡി എന്ന സ്ഥലത്തെത്തി. ഡിയിൽ നിന്ന് വീണ്ടും വലത്തോട്ട്, അപ്പം കണ്ട് അടിയിലേക്ക് വരും. വലത്തോട്ട് 10. ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ ഡിന് ഡയറക്റ്റ് വരും. അപ്പോൾ ഈ ദൂരം എത്ര വെച്ചാൽ ഇവിടെയുള്ള ദൂരമാണ് 25. അപ്പോൾ ഇവിടുത്തെ 25ഉം അല്ല, ഫസ്റ്റത്തത് ഇവിടുത്തെ 20 അല്ലേ. അവസാനം ഡിയിലെത്തി 20 അല്ലേ. ഇവിടെ 25 അല്ല, ഇവിടെ 20 അല്ല കാണിക്കുന്നത്. സിയിൽ നിന്ന് വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തും അല്ലേ. ഇവിടെ 20 പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ 20. അപ്പോൾ 20 ഇവിടെ 25 വന്നാൽ 45 വരും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 45 വരിക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒരു ചിത്രം കാണിച്ചിട്ട് അതിൽ ചിത്രം നോക്കാം. ഈ ഇതിൽ പറഞ്ഞ 1ഉം 2ഉം തമ്മിലുള്ള ബന്ധത്തിന് സമാനമായ ഒരു ബന്ധം 3ഉം 4ഉം തമ്മിലുണ്ട് എന്ന് പറഞ്ഞത്. 1, 2 പറഞ്ഞാൽ ഈ 2 ചിത്രം അല്ലേ. ഈ ചിത്രവും ഈ 2 ചിത്രങ്ങളും, ഈ 2 ചിത്രത്തിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇതൊരു ഫസ്റ്റത്തെ ചിത്രത്തിലൊരു വൃത്തമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു ത്രികോണം ഉണ്ടോ? പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താ? ഒരു ത്രികോണമാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം. ഇതാണ് ബന്ധം. അപ്പോൾ എന്താ ഇവിടെ കണ്ട ഒരു ചെരിഞ്ഞ ചതുരം, നേരം പോലെ ഒരു ചതുരം. ഇതാ കണ്ടോ, ഫസ്റ്റത്തെ നേരം പോലെ ഒരു ചതുരം അല്ലേ. നേരം പോലെ ചതുരം ഞാൻ വരച്ച ചെറിയ റിഫറൻസ് ഓപ്ഷനൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ ഒരു ചെരിഞ്ഞ ചതുരം. ഇത്തരത്തിലേക്ക് നോക്കട്ടോ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നോക്കുക.
ചെരിഞ്ഞ രൂപത്തിലെ ചതുരമാണ് ഈ കാണുന്നത് അല്ലേ. നേരം പോലുള്ള ചതുരത്തിനുള്ള ചെരിഞ്ഞ ചതുരം. അപ്പോൾ ഇനി എന്താ വരേണ്ടത്? ചെരിഞ്ഞുകൊണ്ടുള്ള ചതുരം. ഓപ്ഷൻ ഡി നോക്കൂ. ചെരിഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ നേരെയുള്ളൊരു ചതുരം. അപ്പോൾ ഓപ്ഷൻ ഡി ആയിട്ടാണ് വരിക ഉത്തരം കേട്ടോ. ഓക്കെ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ. 9 ലിറ്റർ ആപ്പിൾ ജ്യൂസ് 6 പാത്രത്തിലേക്ക് ഒഴിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ 0.18 ജ്യൂസ് ശേഷിക്കുന്നു എന്ന് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ 9 ലിറ്റർ വെള്ളം കൃത്യമായിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുക. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമല്ല. ചെയ്ത് നോക്കി മനസ്സിലാവും. 1.5 ലിറ്റർ ആയിരിക്കും ഒന്നിലുണ്ടാവുക. പിന്നെ 1 ലിറ്ററിൻ്റെ 18% ബാക്കിയുണ്ടെന്ന് പറഞ്ഞത്. 18% ബാക്കിയുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അത് എത്ര ശതമാനം ബാക്കി കിട്ടണം? 6 പോകണ്ടേ? 6 3% പോയി കിട്ടണം. 1.5 3% പോയി 1.47 വരും കേട്ടോ. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സംഖ്യയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എല്ലാവരും നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. അടുത്ത ഇതിൽ വിട്ടുപോയൊരു സംഖ്യ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ശ്രേണിയിൽ കേട്ടോ. സംഖ്യ വലുതാക്കി കാണിക്കാം. 73, പിന്നെ 76, 29. പിന്നെന്താ 76, 29 എല്ലാത്തിലും അവസാനത്തെ 4 സംഖ്യ സെയിമാണ്. ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. 76, 29 സെയിം. മറ്റേ ഇവിടെ 76, 29 അവസാനത്തെ 4 സംഖ്യ 76, 29. ഇവിടെ 76, 29. ഇവിടെയും 76, 29. ഇവിടെയും 76, 29 അല്ലേ. പിന്നെ എന്താ ഡിഫറൻസ് എന്താ? ആദ്യത്തിൽ 73 വന്നു അല്ലേ. പിന്നെ 2 കുറച്ച് 71 അല്ലേ. ഇനി 2 കുറച്ച് 69 വരും ഇവിടെ കേട്ടോ. 69. പിന്നെ ബാക്കി 76, 29 വരും. 76, 29. പിന്നെ 67. 2 കുറച്ച് 67. പിന്നെ 2 കുറച്ച് 65. ആ നിലക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. 69, 76, 29 എന്ന രൂപത്തിലാണ് വരിക. വലിയൊരു കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനുകളാണ്. ഒന്ന് ശ്രമിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകം ഉണർത്താനുള്ളതെന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയിരുന്നു. പല്ല്, എല്ല്. അങ്ങനെ ഓർക്കുന്നു. പല്ലിൻ്റെയും എല്ലിൻ്റെയും ആവശ്യമായ വിറ്റാമിൻ ഡിയും 4ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഈ മുലയൂട്ടുന്ന ജീവികൾ മമൽസ്, സസ്തനികൾ. മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനും കൂടിയാണത് മമൽസ്. അതൊന്നും ചെയ്യാൻ പ്രത്യേകം ഓർത്ത് വെക്കുക. അത് അങ്ങനെയാണ് തിരുത്തി മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. തെറ്റില്ല. 1ാമത്തെ ഉത്തരം വിട്ടുപോയിക്കൊണ്ട് 2ാമത്തെ ഉത്തരം പറഞ്ഞപ്പോൾ അടയാളപ്പെടുത്തി കറക്റ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് പക്ഷികളെന്ന് എന്തെങ്കിലും പറഞ്ഞു തോന്നുന്നുണ്ട്. ശരി. അപ്പോൾ ഓക്കെ, എല്ലാവരും ഷറായി പഠിക്കുക. ഇനിയുള്ള പരീക്ഷകളൊക്കെ നല്ല സ്കോർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.